ഡൈക്കാസ്ട്രി ഫോർ ലൈറ്റി, ഫാമിലി ആൻഡ് ലൈഫ്. പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ള അൽമായർക്ക് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ജീവന്റെ പ്രാധാന്യം പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയായിട്ടുള്ള ഒരു ഓഫീസ്. അതിന് കീഴിലാണ് നമ്മൾ അൽമായയിലല്ല എല്ലാവരും, കത്തോലിക്ക സഭയിലെ അൽമായർ എല്ലാവരും ആ ഒരു ഓഫീസിന് കീഴിലാണ് വരുന്നത്. എല്ലാ മുന്നേറ്റങ്ങളും, ജീസസ് യൂത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മുന്നേറ്റങ്ങളും ആ ഒരു ഓഫീസിന് കീഴിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമുക്ക് പൊന്തിഫിക്കൽ അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു അക്കൗണ്ടബിലിറ്റിയും ആ ഒരു ഓഫീസിനോടാണ് പ്രധാനമായിട്ട്. അവർ ഓർഗനൈസ് ചെയ്ത ഒരു കോൺഫറൻസിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് റോമിലേക്ക് വന്നത്. എനിക്ക് അവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ കോൺഫറൻസിന്റെ തീം ഹോപ്പ് ലിവ്ഡ് ആൻഡ് പ്രൊക്ലെയിംഡ് ആയിരുന്നു. അതായത് പ്രത്യാശ, നമ്മുടെ ഈ ജൂബിലിയുടെ തീമാണല്ലോ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രത്യാശ നമ്മൾ ജീവിക്കുന്നതും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ പേപ്പറിന്റെ തീം ഫോമിംഗ് പീപ്പിൾ ഓഫ് ഹോപ്പ്, ദ ജീസസ് യൂത്ത് വേ എന്നുള്ളതായിരുന്നു. നമ്മുടെ പ്രത്യാശയുടെ പ്രവാചകരെ, വ്യക്തികളെ നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ജീസസ് യൂത്തിൽ നടക്കുന്നുള്ളതായിരുന്നു. എൻ്റെ പേപ്പർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ ആയിരുന്നു പരിശുദ്ധ പിതാവുമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നത്. എനിക്ക് പരിശുദ്ധാവിനെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരം കിട്ടി. അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല, നമ്മളുടെ അടുത്തോട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഇന്ത്യയിലാന്ന് പറഞ്ഞു, ജീസസ് യൂത്ത് മൂവ്മെന്റിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒന്നാം പ്രാവശ്യം ഇന്ത്യ എന്നൊക്കെ ഉള്ളത്, അദ്ദേഹം ഇന്ത്യ എന്നുള്ളത് അവിടെ വന്നിട്ടുള്ള ഒരു ഓർമ്മ കൊണ്ടാണെന്ന് അറിയത്തില്ല, അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുകൊണ്ട് ബ്ലെസ്സിങ് ചോദിച്ചു. അദ്ദേഹം ബ്ലെസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. എനിക്ക് 4 മാർപ്പാപ്പമാരെ വ്യക്തിപരമായിട്ട് കാണാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ 2003 ഞങ്ങൾ കാണുമ്പോൾ ജീസൂദിൻ ഇന്റർനാഷണൽ ടീം ഒന്നിച്ചാണ് കാണുന്നത്. 2002 ഇന്റർനാഷണൽ ടീം ഫോം ചെയ്ത് 2003 ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് റോമിൽ നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണാനായിട്ട്, ടീമായിട്ട് കാണാനായിട്ടുള്ള വലിയൊരു അവസരം ലഭിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ തന്നെ സുഖമില്ലാതായ ഒരു സമയത്താണ്. പിന്നെ എന്നിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ഓഡിയൻസ് തരികയാണ് ചെയ്തത്. പോപ്പ് ബെനഡിക്ട് മാർപ്പാപ്പയാണ് എന്നെ 2012 സിനഡിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്, ഇവാഞ്ചലൈസേഷൻ സിനഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കാണാനായിട്ടും അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെയുള്ള വലിയൊരു അവസരം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. 5 പ്രാവശ്യം പോപ്പ് ഫ്രാൻസിസിനെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റി. പക്ഷെ ഈ ഒരു കൂടിക്കാഴ്ച വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു. കാരണം പോപ്പ് ലിയോയുടെ അദ്ദേഹത്തിന്റെ മാതൃഭാഷ തന്നെ ഇംഗ്ലീഷാണല്ലോ. അപ്പം ഇപ്പോഴത്തെ പരിശുദ്ധനെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ, കാരണം എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ അറിയത്തുള്ളൂ, ഇറ്റാലിയൻ എനിക്ക് ഒട്ടും അറിയത്തില്ല. അപ്പം നമുക്ക് ധൈര്യത്തോടു കൂടി പറയാനായിട്ടും അദ്ദേഹം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നും അറിയാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി എളുപ്പമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 1.5 വർഷം എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരു നീണ്ട യാത്ര, ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഞാൻ റോമിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം ആരംഭത്തിൽ ഞാൻ വന്നിരുന്നു ഇവിടെ. അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാൻ തിരിച്ചു വരുമെന്നുള്ളത്. കാരണം എൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡയാലിസിസ് കൂടെ പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കൂടെ പോയി 6 മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണിത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ റോമിൽ വരാനായിട്ടും ഞാൻ വീണ്ടും ഒരു പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് സ്റ്റാർട്ട് എൻ്റെ മിനിസ്ട്രിയിൽ എനിക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധനെ കണ്ടുകൊണ്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് ജീസസ് മുന്നേറ്റത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം മേടിച്ചുകൊണ്ട് തുടങ്ങാനായിട്ടൊക്കെ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ 2 കാര്യമാണ് പ്രധാനമായിട്ട് സംസാരിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു യൂണിറ്റി ആൻഡ് മിഷൻ. ഒന്നാണ് യൂണിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ് എ ലെവൻ ഓഫ് യൂണിറ്റി, കമ്മ്യൂണിയൻ ആൻഡ് ഫ്രറ്റേണിറ്റി. നമ്മൾ യൂണിറ്റിയുടെ, നമ്മൾ ഐക്യത്തിന്റെ പുളിമാവാകണം എന്നുള്ളതാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളോട് പറഞ്ഞത് പുളിമാവാകണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞ മിഷനെ പറ്റിയാണ്. അതാണ് അദ്ദേഹം കൂടുതലും ഊന്നൽ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയും ഒരു മിഷണറി സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മുന്നേറ്റങ്ങളുടെയും ആധ്യാത്മികത അതിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഷനുള്ള ഫോക്കസ് ഒരിക്കലും മാറിപ്പോകരുത്. മറ്റുള്ളവരോട് നമ്മൾ അറിഞ്ഞ യേശുവിനെ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത്.